ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ഗസയിൽ പ്രചരിച്ചിരുന്നുവെങ്കിൽ അവിടെ ചോരപ്പുഴ ഒഴുകില്ലായിരുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ദൈവദശക ശ്ലോകം കേരളത്തിന്റെ ഔദ്യോഗിക ഗാനമായി അംഗീകരിക്കണമെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ നിർദ്ദേശിച്ചു. മാനവികതയുടെ വിസ്മയ പ്രതിഭാസമായിരുന്നു ശ്രീനാരായണ ഗുരു. ഗുരുസന്ദേശത്തിന്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്ന കാലമാണിത്. ഗുരുസന്ദേശത്തിന്റെ വെളിച്ചം ഗസയിൽ എത്തിയിരുന്നുവെങ്കിൽ അവിടെ ചോരപ്പുഴ ഒഴുകില്ലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെയുള്ളതല്ല, മനുഷ്യത്വത്തിനെതിരെയുള്ളതാണ് ഈ ആക്രമണം എന്ന് പറയുന്നത്. യേശു ജനിച്ച മണ്ണിൽ സമാധാനം മുങ്ങിമരിക്കുന്നുവെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഗുരു സന്ദേശത്തിൻ്റെ തെളിച്ചം ആ മണ്ണിൽ, ആ മനസ്സുകളിൽ എത്തിയിരുന്നുവെങ്കിൽ അവിടെ ഈ വിധം ചോരപ്പുഴ ഒഴുകുമായിരുന്നില്ല. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ശ്രീനാരായണ ഗുരുവിനെ കേരളത്തിന്റെ ഗുരുവായി കണ്ടുവെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ. തുടർന്ന് 2 ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ചു. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഇന്നും മേൽശാന്തിക്കാരെ തെരഞ്ഞെടുക്കുമ്പോൾ അപേക്ഷകർ ബ്രാഹ്മണരായിരിക്കണം എന്നുള്ള നിർദ്ദേശം അത് നമ്മുടെ രാജ്യത്തിന് ഭൂഷണമല്ല എന്ന് വിനീതമായി പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ദൈവദശകം മുഴുവൻ വേണ്ട, ഒരു 3 ശ്ലോകമെങ്കിലും കേരളത്തിന്റെ ഗാനമായി അംഗീകരിക്കപ്പെടണമെന്ന് ലക്ഷക്കണക്കിന് ശ്രീനാരായണ ഭക്തന്മാരുടെ പേരിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. തീർത്ഥാടനം മറ്റന്നാൾ സമാപിക്കും. നാളെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 24 തിരുവനന്തപുരം.